ആധുനിക കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ അക്ഷര തേജസ് പകർന്ന മലങ്കര സഭയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ നാൾവഴികളിലേക്ക് ഒരു തീർത്ഥയാത്ര. പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടമുണ്ടാവണമെന്ന് ഇടവകതോറും സഞ്ചരിച്ച് ജ്ഞാനവിപ്ലവത്തിന് തിരികൊളുത്തിയ മഹാരഥന്മാരായ സഭാപിതാക്കന്മാരുടെയും സമർപ്പിത മാനസരായ വിശ്വാസി സമൂഹത്തിന്റെയും ജ്വലിക്കുന്ന സ്മൃതികൾക്ക് മുമ്പിൽ നമുക്ക് ഒരു നിമിഷം നമ്രശിരസ്കരാകാം. മലങ്കര സഭയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. വിദ്യാഭ്യാസം എന്നത് നാട്ടുഭാഷാ അഭ്യസനം മാത്രമായിരുന്ന കാലം. മലങ്കര സഭയുടെ ചരിത്രം, ഭരണം, ആചാരം, നടപടികൾ തുടങ്ങിയവ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാൻ വേണ്ടി 1813 മദ്രാസ് ഗവൺമെന്റ് ഒരു ചോദ്യാവലി മലങ്കര മെത്രാപ്പോലിത്ത ആയിരുന്ന 8-ാം മാർത്തോമയ്ക്ക് അയച്ചു. സാമാന്യ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന മറുപടിയാണ് അദ്ദേഹത്തിന് നൽകേണ്ടി വന്നത്. കാരണം വിദ്യാഭ്യാസത്തിനു വേണ്ടി സമുദായത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ ചെലവ് ചെയ്ത് എന്തെങ്കിലും പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന് സഭയോ പൊതുസമൂഹമോ അന്ന് ചിന്തിച്ചിരുന്നില്ല. ഇതിനുശേഷമാണ് 1809 കണ്ടനാട് പടിയോല നിശ്ചയപ്രകാരം പഴയ സെമിനാരി ആരംഭിക്കുന്നത്. ഇത് സഭയുടെ ചരിത്രത്തിലെ പുതു യുഗപ്പിറവിയുടെ കാരണമായെന്ന് പിൽക്കാല ചരിത്രം. പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ സർക്കാർ ജോലിക്ക് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമാക്കി. ഇതിനായി സർക്കാർ തലത്തിൽ 1866-67 കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂറിൽ എമ്പാടുമായി 12 ഡിസ്ട്രിക്ട് മലയാളം സ്കൂളുകൾ സർക്കാർ ആരംഭിച്ചു. പക്ഷേ ആവശ്യത്തിന് ജീവനക്കാരെ ലഭിക്കാത്ത വിധം സ്കൂളുകൾ ആരംഭിക്കുക എന്നത് സർക്കാരിനാൽ മാത്രം അസാധ്യമായതിനാൽ സ്കൂളുകൾ ആരംഭിക്കുന്ന ആർക്കും ഗ്രാന്റ് നൽകുക എന്ന നയം സർക്കാർ സ്വീകരിച്ചു. നാട്ടുഭാഷാ പള്ളിക്കൂടങ്ങൾ മാത്രം നിലനിന്നിരുന്ന കാലത്ത് ചാതുർവർണ്ണികരിൽ ഉയർന്ന വിഭാഗമായ ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തിയാൽ ഭൂരിപക്ഷത്തിനും അക്ഷരാഭ്യാസം ലഭ്യമാവാത്ത രാഷ്ട്രീയ, മത, സാംസ്കാരിക പാരമ്പര്യങ്ങൾ കേരളത്തിൽ നിലനിന്നിരുന്നു. വിദ്യ അഗ്നിയാണെന്നും അത് ഒരു വിഭാഗത്തിന് മാത്രം വിധിച്ചതാണെന്ന് ചിലർക്കെങ്കിലും ശാഠ്യമുണ്ടായിരുന്ന കാലത്ത് അറിവിന്റെ സൂര്യ തേജസ് ജാതി, മത, വർണ്ണ, ലിംഗഭേദമില്ലാതെ സാർവത്രികമായി സംക്രമിപ്പിക്കണമെന്ന പൗരസ്യ ക്രൈസ്തവ സഭയുടെ ദർശനം കേരളത്തിന് ഉണർത്തുപാട്ടായി. മലങ്കര സഭയുടെ സുവർണയുഗത്തിന്റെ രാജശില്പി പുലിക്കോട്ടിൽ മാർ ദിവന്നാസ്യോസ് 5-ാമൻ മെത്രാപ്പോലിത്ത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുഖ്യ പ്രേക്ഷിത ദൗത്യങ്ങളിൽ ഒന്നാണെന്ന് പ്രഖ്യാപിച്ച് രംഗപ്രവേശനം ചെയ്തത് കേരള ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ പിറവി വരെയുള്ള 5 പതിറ്റാണ്ട് കാലം സാംസ്കാരിക മണ്ഡലത്തിലാകമാനം നവോത്ഥാനത്തിന്റെ ശക്തിമത്തായ വിത്തുകൾ അദ്ദേഹം പാകി. വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ വിജ്ഞാന കുതുകികളും വിവേകമതികളുമായ ഒരു തലമുറയുടെ ഉദയം അദ്ദേഹം സ്വപ്നം കണ്ടു. സാമ്പത്തികമായി വളരെ ഞെരുക്കം അനുഭവിക്കുമ്പോഴും സ്കൂളുകളുടെ സ്ഥാപനത്തിൽ നിന്നും അദ്ദേഹം പിന്മാറിയില്ല. മോതിരവും അംശവടിയും കൂടെ കൂടെ പണയം വെക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം സ്കൂളുകൾ സ്ഥാപിച്ചു. ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന നിലയ്ക്ക് 250-ൽ പരം മലയാളം സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു. 1873 പരുമല പടിയോലയിൽ അദ്ദേഹത്തിന്റെ അക്ഷരസ്നേഹം നമുക്ക് ദർശിക്കാം. ഇതിലെ ആൺപെൺ പള്ളിക്കൂട്ടങ്ങളുടെ സ്ഥാപനം എന്ന പ്രഖ്യാപനവും ശ്രദ്ധേയമാണ്. അന്ന് നിലനിന്നിരുന്നവയെല്ലാം മലയാളം സ്കൂളുകൾ ആയിരുന്നു. ഇവയ്ക്കെല്ലാം ഗ്രാന്റും ലഭിച്ചിരുന്നു. വിദ്യാദാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട മെത്രാപ്പോലിത്ത ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനുള്ള ശ്രമമായി. പള്ളികളെയെല്ലാം ഒരു അസോസിയേഷന്റെ കീഴിൽ സംഘടിപ്പിക്കണമെന്നും അസോസിയേഷന്റെ മുഖ്യധർമ്മങ്ങളിലൊന്ന് വിദ്യാവിതരണമാണെന്നും പ്രഖ്യാപിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എന്ന് അദ്ദേഹം വിഭാവനം ചെയ്ത ഈ സമിതിക്കൊപ്പം ഒരു മാനേജിംഗ് കമ്മിറ്റി അസോസിയേഷൻ കർമ്മസമിതിയായി നിലവിൽ വന്നതോടെ സമുദായത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങൾ ഈ കമ്മിറ്റിയിൽ നിക്ഷിപ്തമായി.
1893 സമുദായം വകയായ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ MD സെമിനാരി ആരംഭിച്ചു. സ്കൂളുകളുടെ നടത്തിപ്പിലും മാർ ദിവന്നാസ്യോസ് അഞ്ചാമൻ തന്റെ ഭരണതന്ത്രജ്ഞത പ്രകടമാക്കി. സ്കൂളുകൾക്ക് വേണ്ടി MD സെമിനാരിയിൽ ഒരു പ്രത്യേകം ഓഫീസ് സംവിധാനം ആരംഭിക്കുകയും സ്കൂൾ ഇൻസ്പെക്ടർമാരെ നിയമിക്കുകയും ചെയ്തു. കേരളീയ സമൂഹത്തിന് സമൂലം ദിശാബോധം നൽകിയ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ യഥാർത്ഥ നായകനായി മാർ ദിവന്നാസ്യോസ് മെത്രാപ്പോലീത്ത ഇന്നും ജനഹൃദയങ്ങളിൽ ഒളിമങ്ങാതെ പ്രഭ പരത്തുന്നു. മലങ്കര സഭയുടെ വികസനം മാത്രമല്ല, അന്ന് രൂപം പ്രാപിച്ചിട്ടില്ലാത്ത കേരളം എന്ന പ്രദേശത്തിന്റെ സമഗ്ര വികസനം കൂടി സ്വപ്നം കണ്ട പിതാവായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനി. അതിൽ വിദ്യാഭ്യാസം തന്നെയായിരുന്നു പരമപ്രധാനം. ജാതീയ ചിന്തകളുടെ കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ വിദ്യാഭ്യാസത്തിലൂടെ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠനത്തിലൂടെ പരിഹാരം കാണാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1892 നിരണത്തു നിന്ന് പുറപ്പെടുവിച്ച കൽപ്പനയിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ദർശനം വെളിവാകുന്നു. ഈ നാട്ടിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമല്ല, മറ്റു മതക്കാരുടെ ഇടയിലും ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുന്നത് ആത്മീയ ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഉത്തമമായ മാർഗമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സഭയിലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ സുപ്രധാനമായ നാഴികക്കല്ലാണ് തിരുവല്ല MGM സ്കൂളിന്റെ സ്ഥാപനം. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 1901 സുപ്രധാന നേതൃത്വം കൊടുത്തത് പരിശുദ്ധ പരിമല തിരുമേനിയായിരുന്നു. സിറിയൻ ഇംഗ്ലീഷ് ഹൈസ്കൂൾ എന്നായിരുന്നു ഈ സ്കൂളിന്റെ നാമകരണം ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം കാലം ചെയ്തതിനെ തുടർന്ന് MGM സ്കൂൾ എന്ന നാമധേയം നൽകപ്പെട്ടു. തുടർന്ന് തുമ്പമൺമാർ ഗ്രിഗോറിയോസ് മിഡിൽ സ്കൂൾ ഉൾപ്പെടെ നിരവധി സ്കൂളുകൾ പരിശുദ്ധ പിതാവിന്റെ ശ്രമഫലമായി ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ മാർത്തോമാശ്ലീഹ പകർന്നു നൽകിയ അപ്പസ്തോലികമായ ഈ സഭയുടെ അസ്തിത്വം കാത്തുസൂക്ഷിച്ച് സ്വയം ശീർഷകത്വവും സ്വയം ഭരണാധികാരവുമുള്ള സ്വതന്ത്രവും തദ്ദേശീയവുമായ സഭയ്ക്കു വേണ്ടി ആത്മീയ നേരിന്റെ അംശവടിയേന്തി കർമ്മപർവം ശിരസാ വഹിച്ച് ത്യാഗപർവം ഹൃദയത്തോട് ചേർത്ത് നമ്മുടെ സ്വത്വത്തിന്റെ സ്വാഭാവിക പരിണാമമായ കാതോലിക്കേറ്റും മലങ്കരയുടെ മാഗ്നാകാർട്ടയായ 1934 ഭരണഘടനയും നമുക്ക് സമ്മാനിച്ച പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് മെത്രാപ്പോലിത്ത വിദ്യാഭ്യാസമുള്ള സമൂഹത്തിനു മാത്രമേ ഉയരങ്ങളിലെത്താൻ കഴിയൂ എന്ന ദീർഘദർശനത്തോടെ ശ്രീ വിദ്യാഭ്യാസത്തിനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകി. ഏകദേശം 15ഓളം സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു. മലങ്കര മെത്രാപ്പോലീത്തയുടെ അധീനതയിൽ അക്കാലത്ത് നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചുവെങ്കിലും ഇതിന്റെ ഭരണം പള്ളികൾ നേരിട്ടോ ഭദ്രാസന മെത്രാപ്പോലിത്തന്മാർ വഴിയോ ഇടവകയിലെ വ്യക്തികൾ, വൈദികർ എന്നിവരോ ഒരു കൂട്ടം ഇടവക ജനങ്ങൾ ചേർന്നു നിർവഹിച്ചിരുന്നു. 1930 മലങ്കര മെത്രാപ്പോലിത്ത ആയിരുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാബ നേരിട്ട് നടത്തിയിരുന്ന 34 സ്കൂളുകളുടെ മാനേജറായി ബദനിയുടെ മാർ ഈവാനിയോസിനെ നിയമിച്ചു. 1931 മാർ ഈവാനിയോസ് റോമൻ കത്തോലിക്ക സഭയെ ആശ്ലേഷിച്ചപ്പോൾ 1935 ഈ സ്കൂളുകൾ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു. 1935 മുതൽ 1940 വരെയുള്ള കാലത്തെ ചർച്ചകൾ ഫലം കണ്ടില്ല. തുടർന്ന് 1941 സ്കൂളുകൾ തിരികെ ലഭിക്കുവാൻ തിരുവല്ല മുൻസിഫ് കോടതിയിൽ ഹർജി നൽകി. 1941 മുതൽ 1963 വരെ കോടതിയിൽ കേസ് വ്യക്തമായ തീരുമാനമില്ലാതെ നീണ്ടു. ഈ സമയം ഇരുപക്ഷത്തു നിന്നുമുള്ള ഏതാനും വ്യക്തികളെ ഉൾപ്പെടുത്തി നിർമ്മിച്ച പ്രത്യേക സമിതി വിവിധ ചർച്ചകൾക്കു ശേഷം ഭൂരിഭാഗം സ്കൂളുകളും മലങ്കര മെത്രാപ്പോലീത്തയ്ക്ക് കൈമാറാനും ഏതാനും സ്കൂളുകൾ മാർ ഈവാനിയോസ് സ്ഥാപിച്ച സീറോ മലങ്കര റീത്തിന് വിട്ടുകൊടുക്കുവാനും ധാരണയായി. സഭാവക സ്കൂളുകളെ കേന്ദ്രീകൃത ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിനും പുതിയ സ്കൂളുകൾ അനുവദിക്കുന്നതിനും യോഗ്യതയുള്ള അധ്യാപകരെ കണ്ടുപിടിച്ച് നിയമിച്ച് പഠന നിലവാരവും ശിക്ഷണവും മെച്ചപ്പെടുത്തുന്നതിനും മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി 1935 വിദ്യാലയ ഭരണഘടനാ സമിതി രൂപീകരിക്കുകയും പുത്തങ്കാവ് ഗീവർഗീസ് മാർ ഫീലക്സിനോസ് മെത്രാപ്പോലീത്തയെ അധ്യക്ഷനാക്കുകയും ചെയ്തു. അദ്ദേഹം കാലം ചെയ്തതോടെ അദ്ദേഹത്തിന്റെ മാനേജ്മെന്റിലുള്ള സ്കൂളുകൾ സഭാവക സ്കൂളുകളായി മാറി. അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ ഡയറക്ട് പേയ്മെന്റ് സ്കീമിൽ നിയമപരമായ അധികാരങ്ങൾ മലങ്കര മെത്രാപ്പോലീത്ത വഹിച്ചെങ്കിലും വിവിധ സ്ഥലങ്ങളിലെ സ്കൂളുകളുടെ ഭരണം
വിതരണം കറസ്പോണ്ടന്റ്മാരെ ഏൽപ്പിച്ചു. എന്നാൽ ഡയറക്ട് പേയ്മെന്റ് സ്കീം നിലവിൽ വന്നതിനു ശേഷം സർക്കാർ കൂടുതൽ നിബന്ധനകൾ ഏർപ്പെടുത്തുവാൻ തുടങ്ങി. തുടർന്ന് സ്കൂളുകളുടെ ചുമതല ഡാനിയൽ മാർ പീലക്സിനോസ് തിരുമേനിക്കായി. അധ്യാപകരുടെ പൊതു സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയത് ഇക്കാലത്താണ്. 1959 ഡാനിയൽ മാർ പീലക്സിനോസ് മെത്രാപ്പോലിത്ത ചുമതല ഒഴിഞ്ഞതിനെ തുടർന്ന് പാറേട്ട് മാത്യൂസ് മാർ ഈവാനിയോസ് മെത്രാപ്പോലിത്ത നിയമിതനാവുകയും ചെയ്തു. പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ കാലം ചെയ്തപ്പോൾ എല്ലാ സ്കൂളുകളുടെയും ഭരണ ചുമതല പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിനായി. ഇതിൻ പ്രകാരം പാറേട്ട് മാർ ഈവാനിയോസ് മെത്രാപ്പോലിത്ത സ്കൂളുകളുടെ മാനേജരായി തുടർന്നു. തിരുമേനിയുടെ ഭരണകാലത്ത് സ്കൂളുകളുടെ ഭരണ നിലവാരം ഉയർത്തുന്നതിൽ ആരോഗ്യപരമായ മത്സരം സ്കൂളുകൾ തമ്മിൽ ഉണ്ടാകുന്നതിനു വേണ്ടി തിരുമേനിയുടെ സഹോദരൻ ഇസഡം പാറേട്ട് നസ്രാണി ട്രോഫി എന്ന പേരിൽ ഒരു റോളിംഗ് ട്രോഫി മെച്ചപ്പെട്ട SSLC റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതിന് ഏർപ്പെടുത്തി. കേരള വിദ്യാഭ്യാസ ചട്ടപ്രകാരം ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ ഒന്നിലധികം സ്കൂളുകൾ ഉള്ളപ്പോൾ കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി രൂപീകരിക്കണമെന്നും ഒന്നിലധികം വിദ്യാഭ്യാസ ജില്ലകളിൽ സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഈ വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലുള്ള എല്ലാ സ്കൂളുകളും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അംഗീകരിച്ച ഒരു ഭരണഘടന പ്രകാരം നിയന്ത്രിക്കപ്പെടണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. ഇതനുസരിച്ച് 1962 ഒരു ഭരണഘടന തയ്യാറാവുകയും അഭിഭാഷകനായ ശ്രീ കെ ചെറിയാന്റെ മാർഗനിർദ്ദേശപ്രകാരം നിരവധി ചർച്ചകൾക്കു ശേഷം പരിശുദ്ധ കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് വിദ്യാഭ്യാസ ഏജൻസി ആകണമെന്നും നിർദ്ദേശിച്ചു. 1963 പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് ഭരണഘടന പരിഗണിക്കുകയും പാസാക്കുകയും ചെയ്തു. ഭരണഘടന അംഗീകരിക്കാൻ കാലതാമസം നേരിട്ടെങ്കിലും DPAയ്ക്ക് ഭരണഘടന സമർപ്പിച്ച നിമിഷം മുതൽ തന്നെ മാനേജരായിരുന്ന പാറേട്ട് മാത്യൂസ് മാർ ഈവാനിയോസ് മെത്രാപ്പോലിത്ത ഭരണഘടന വ്യവസ്ഥകൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഇക്കാലത്ത് വിദ്യാഭ്യാസ ഉപദേശക സമിതിയെക്കുറിച്ചുള്ള ആദ്യ ആശയം അദ്ദേഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു. മെത്രാപ്പോലിത്തന്മാരെ വിദ്യാഭ്യാസ ഭരണത്തിൽ സഹായിക്കാൻ ഒരു വിദഗ്ധ സമിതി ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. DPAയ്ക്ക് സമർപ്പിച്ച ഭരണഘടനയ്ക്കുള്ള അംഗീകാരത്തിനായി കാത്തിരിക്കുകയായിരുന്നുവെങ്കിലും സുന്നഹദോസ് 7 പ്രഗത്ഭ വ്യക്തികളെ ഉപദേശക സമിതിയിലെ അംഗങ്ങളായി നിയമിച്ചു. 17/3/1966 DPAയുടെ 2/821/64 നമ്പർ ഉത്തരവ് പ്രകാരം ഭരണഘടന അംഗീകരിച്ചു. പാറേട്ട് മാർ ഈവാനിയോസ് മെത്രാപ്പോലിത്തയ്ക്ക് ശേഷം മാത്യൂസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പോലിത്ത, ജോസഫ് മാർ പക്കോമിയോസ് മെത്രാപ്പോലിത്ത, തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പോലിത്ത, പൗലോസ് മാർ പക്കോമിയോസ് മെത്രാപ്പോലിത്ത, മാത്യൂസ് മാർ തേവോദോസിയോസ് മെത്രാപ്പോലിത്ത, യൂഹനാൻ മാർ മിൽത്തോസ് മെത്രാപ്പോലിത്ത തുടങ്ങിയവർ സ്കൂളുകളുടെ ഭരണച്ചുമതല നിർവഹിച്ചു. ഇക്കാലയളവിൽ സ്കൂളുകളുടെ ഉന്നമനത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുതിയ സ്കൂളുകൾ വാങ്ങുവാനും നിലവിലുള്ളവയുടെ നിലവാരം ഉയർത്തുന്നതിനും സാധിച്ചു. കൂടാതെ അനവധി സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്തു. കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ വിവിധ വിദ്യാലയങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളുകളായി ഉയർത്തപ്പെട്ടത് എടുത്തു പറയേണ്ട നേട്ടമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസികളിലൊന്നായി കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസിനെ വളർത്തുവാൻ ഈ പിതാക്കന്മാരുടെ പരിശ്രമം എടുത്തു പറയേണ്ടതാണ്. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയോടൊപ്പം 2022 മുതൽ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ വളർച്ചയിൽ വഹിക്കുന്ന പങ്ക് ശ്ലാഘനീയമാണ്. അഭിമന്യ തിരുമേനിയുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ സ്കൂളുകൾക്ക് പുതിയ രൂപവും ഭാവവും നൽകി എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം സ്കൂളുകളുടെ വികസന ചരിത്രത്തിൽ ഒരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി. സ്ഥലപരിമിതിയുള്ള സ്കൂളുകൾക്ക് പുതിയ സ്ഥലങ്ങൾ വാങ്ങി കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ച കെട്ടിടങ്ങളുള്ള വിദ്യാലയങ്ങൾ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയതോടെ വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത്. പ്രഥമ അധ്യാപക പരിശീലനങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലസ്റ്റർ തലത്തിലുള്ള അനുമോദന സമ്മേളനങ്ങൾ തുടങ്ങിയവയെല്ലാം അഭിമന്യ മാനേജർ തിരുമേനിയുടെ മനസ്സിൽ രൂപപ്പെട്ട ആശയങ്ങളാണ്. ഇവയെല്ലാം തന്നെ സ്കൂളുകൾക്ക് പുത്തനുണർവേകി. കാലാനുസൃതമായി എയ്ഡഡ് സ്കൂളുകളുടെ ഘടന മെച്ചപ്പെടുത്തുവാനും പഠന നിലവാരം ഉയർത്തുവാനും പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നതിലും അദ്ദേഹം കൃത്യമായ ശ്രദ്ധ നൽകുന്നുണ്ട്. 12 ഹയർ സെക്കൻഡറികൾ, 7 ഹൈസ്കൂളുകൾ, 12 അപ്പർ പ്രൈമറി സ്കൂളുകൾ, 33 ലോവർ പ്രൈമറി സ്കൂളുകൾ, 2 ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നിവ കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസിന് സ്വന്തം.
അധ്യാപക അനധ്യാപകരുൾപ്പെടെ 1300 പരം ജീവനക്കാർ, 70,000 വിദ്യാർത്ഥികൾ. കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസ് വളരുകയാണ്, എന്നും ഒന്നാമതായി.